അന്താരാഷ്ട്ര യോഗാ ദിനത്തോടനുബന്ധിച്ച് ഓർക്കാട്ടേരിയിൽ വേറിട്ടൊരു യോഗ സമർപ്പണം ശ്രദ്ധ നേടി. ബോധിധർമ്മ ഇന്റർനാഷണൽ സ്കൂൾ ഓഫ് യോഗ സെന്ററിന്റെ ആഭിമുഖ്യത്തിൽ 108 പേർ അണിനിരുന്ന 108 സൂര്യ നമസ്കാരമാണ് ഏവരുടെയും ശ്രദ്ധ പിടിച്ചുപറ്റിയത്. പരിപാടി കുനിയില്ലത്ത് കേശവൻ നമ്പൂതിരി ഉദ്ഘാടനം ചെയ്തു. യോഗയെ പറ്റിയാണ് ഇന്ന് പ്രധാനമായിട്ട് പറയേണ്ടത്. അങ്ങനെ പറയാൻ ഞാൻ അർഹനാണോ എന്നറിയില്ല. കാരണം ഇവിടെ അഷ്ടാധിക ശതം 108 തവണ വരികനെയൊന്നും സ്കിപ്പ് ചെയ്യാതെ പൂർത്തീകരിച്ച ഒരു അസുലഭമായ അത്യപൂർവമായ ഒരു സുന്ദരമായ സായാഹ്നത്തിലാണ് നമ്മളിങ്ങനെ കൂടിയിരിക്കുന്നത്. അതുതന്നെയാണ് ഇന്നത്തെ ഈ യോഗാ ദിനത്തിൻ്റെ എല്ലാ തരത്തിലുള്ള ശ്രേഷ്ഠതയുമെന്ന് ഞാൻ കാണുന്നു. അതുകൊണ്ട് തന്നെ നിങ്ങളോട് യോഗയെ പറ്റി സംസാരിക്കുമ്പോൾ അത് ചിലപ്പോൾ ഒരു അധിക പ്രസംഗമായിരിക്കാം. എങ്കിലും എൻ്റെ പ്രിയപ്പെട്ട അനുജൻ്റെ ആജ്ഞയെ മാനിച്ചുകൊണ്ട് തന്നെ എനിക്കറിയാവുന്ന വിധത്തിൽ അത്ര വിഷയങ്ങളൊന്ന് പങ്കിടുക മാത്രമാണ് ഇന്ന് ചെയ്യുന്നത്. നമുക്ക് ഏത് കാര്യവും സായിപ്പ് പറയുമ്പോഴാണ് നമുക്ക് നല്ലതാവുക, അല്ലേ? സത്യത്തിൽ ആലോചിച്ച് നോക്കണം. നമ്മുടെ സനാതനമായ ഭാരതത്തിൽ ഇല്ലാത്തതായ, ഹൈന്ദവ ധർമ്മത്തിൽ ഇല്ലാത്തതായ ഒരു എനർജി വമിക്കുന്നതായ യോഗാ ദിനാചരണത്തോടൊപ്പം വിവിധ പരീക്ഷകളിൽ ഉന്നത വിജയം കൈവരിച്ച പ്രദേശത്തെ മിടുക്കരായ കുട്ടികളെ ചടങ്ങിൽ വെച്ച് അനുമോദിക്കുകയും ഉപഹാരങ്ങൾ വിതരണം ചെയ്യുകയും ചെയ്തു. ബോധിധർമ്മ യോഗ സെന്റർ ഓർക്കാട്ടേരി ബ്രാഞ്ച് സെക്രട്ടറി കുനിയിൽ രവീന്ദ്രൻ, പ്രസിഡന്റ് ബാലകൃഷ്ണൻ രാഗം, ഡയറക്ടർ ബോധിധർമ്മ യോഗ സെന്റർ സുധീഷ് തുടങ്ങിയവർ സംസാരിച്ചു. സൂര്യനമസ്കാരം ശരീരത്തിന് ഒരേ സമയം കരുത്തും വഴക്കവും നൽകുന്ന 12 ആസനങ്ങളുടെ ഒരു സംയുക്തമാണ് സൂര്യനമസ്കാരം. യോഗാ ദിനങ്ങളിൽ 108 തവണ ഇത് ചെയ്യുന്നത് ശാരീരിക മാനസികാരോഗ്യത്തിന് ഏറെ ഉത്തമമായി കണക്കാക്കപ്പെടുന്നുവെന്നും ഇവർ പറഞ്ഞു.